അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാളെ മഹ്ശറയിൽ വരുന്ന ഒരു വിഭാഗം ആളുകളെ സംബന്ധിച്ച് ആരംഭപ്പൂവായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നവരും സങ്കടപ്പെടുന്നവരും നിരാശപ്പെടുന്നവരുമായ ഒരു വിഭാഗമാണ് ആ വിഭാഗം. എന്താണ് അവരുടെ പാപം? അവർ ദുന്യാവിൽ ജീവിക്കുന്ന കാലത്ത് എല്ലാ സമയത്തും സാമ്പത്തികമായ സ്രോതസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അനധികൃതമായി അന്യവൻ്റെതും അത് അപഹരിച്ചും കളവ് നടത്തിയും പറ്റിച്ചും ഒരുപാട് സമ്പാദ്യങ്ങൾ ഉണ്ടാക്കി അവനിക്കും അവൻ്റെ ഭാര്യ മക്കൾക്കും അല്ലെങ്കിൽ അവൻ്റെ കുടുംബങ്ങൾക്കും അരച്ചാണ് വയറ് നിറക്കാൻ ഇത്രയൊന്നും സമ്പത്തിൻ്റെ ആവശ്യമില്ല. എന്നാലും എങ്ങനെങ്കിലും സമ്പാദിക്കണം, എൻ്റെ കുടുംബത്തിന്, എൻ്റെ മക്കൾക്ക്, എൻ്റെ വരും തലമുറകൾക്ക് എന്ന് കരുതി രാപ്പകലില്ലാതെ അറബികളെ പറ്റിച്ചും അല്ലെങ്കിൽ മുതലാളിയെ പറ്റിച്ചും അങ്ങനെ പല രൂപത്തിൽ ഏതെല്ലാം രൂപത്തിലാവട്ടെ അങ്ങനെയൊക്കെ വളരെ മോശമായ രൂപത്തിൽ സമ്പാദിച്ച് സമ്പാദ്യങ്ങളൊക്കെ ഒരു വിധം അവനിക്കെത്തി. അവൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. പക്ഷേ അവൻ സമ്പാദിച്ചത് മുഴുവനും അവൻ്റെ മക്കള് പരമ്പരകൾ വളരെ സന്തോഷകരമായി അത് ഉപയോഗപ്പെടുത്തി സന്തോഷിക്കുന്നുണ്ട്. പക്ഷേ ഈ കാര്യങ്ങൾക്ക് വേണ്ടി നാളെ റബ്ബിന്റെ മുമ്പിൽ വിചാരണ ചെയ്യപ്പെടുന്നത്, ഇതിനു വേണ്ടിയിട്ട് വിചാരണക്ക് നേരിടേണ്ടത് ഈ സമ്പാദിച്ച മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ഈ സമ്പാദ്യത്തിന്റെ പേരിൽ നാളെ റബ്ബിന്റെ മുമ്പിൽ കോടതിയിൽ ഒരാൾ അത്രയും വലിയ ഖേദകരമായി ദുഃഖിക്കുന്ന ഒരു രംഗം അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള നമുക്കർഹിക്കാത്ത പണങ്ങളിൽ നിന്ന്, സമ്പത്തിൽ നിന്ന്, അധികാരങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും കാത്ത് സലാമത്താക്കട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.